വന്യനായ ഗുരുക്കൻ അബൂബക്കറാക്ക അദ്ദേഹം ചെയ്തു തന്ന ആ സ്ഥലത്താണ് കിണർ വിളിച്ചത്. ആ കിണർ വിളിച്ച് കുടിവെള്ള പദ്ധതി ഭംഗിയായി നടത്തിയിരുന്നു. നിങ്ങൾക്കറിയില്ലേ, ഇരുട്ടിന്റെ മറവിൽ നിന്നുകൊണ്ട് ഏതാനും ചില സാമൂഹ്യ ദ്രോഹികളെ നശിപ്പിച്ചു. ഞാനിതാ ഉറപ്പ് പറയുന്നത്, എന്നെ നിങ്ങൾ മെമ്പറാക്കുകയാണെങ്കിൽ ഇവിടെ കുടിവെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കും. ആ കുടിവെള്ള പദ്ധതി പുനരുദ്ധരിക്കും. ഇവിടെ ഒരുപാട് കുഴൽക്കിണറുകൾ ഉണ്ടാക്കി കുടിവെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കും. ഞാൻ ഈ രാജ്യത്തിലെ ഓരോരോ വീട്ടുകാരോടും എനിക്ക് ഈ വാർഡിലെ ഏതൊരു മുന്നാഴ്ചയും ഫാത്തിമയും ശാന്തയെയും അബൂബക്കറയും മുഹമ്മദിനെയും നേരിട്ടറിയുന്നവനാണ്. ഞാൻ ഇത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എവിടേക്കും പോവുകയില്ല. രാവിലെ എന്റെ വീട്ടിൽ നിന്നിറങ്ങിയാൽ ഈ വാർഡിലെ ഏതെങ്കിലും മുകളിൽ ഇനിയിട എന്ന് നിങ്ങൾക്ക് കാണാം. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് ഞാൻ നേതൃത്വം കൊടുക്കും. നിങ്ങൾ എനിക്ക് സഹായിക്കണം. എന്നെ കുറിച്ച് ഒരുപാട് അപമാനങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട്. ഞാൻ എന്ത് ചെയ്തു എന്നാണ് ഞാൻ പാവപ്പെട്ടവരായ സ്ഥാനാർത്ഥികൾ മാത്രമേ പഞ്ചായത്തിന്റെ നിയമത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആരെല്ലാം എന്തെല്ലാം പ്രചരണം അയച്ചുവിട്ടാലും ആരെല്ലാം എന്തെല്ലാം കുറ്റചരണം അയച്ചുവിട്ടാലും ആരും അവകാശം എനിക്ക് സന്തോഷമുണ്ട്. അദ്ദേഹം വിജയിക്കുകയാണെങ്കിൽ ഞാൻ ഈ സ്ഥാനാർത്ഥികളെ ഒഴിഞ്ഞു കൊടുത്തിരിക്കുക. അദ്ദേഹത്തിനെ ഞാൻ കണ്ണുരുട്ടി പേടിപ്പിച്ചു എന്നാ പറയുന്നത്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കണ്ണുരുട്ടാതെ തന്നെ പേടിക്കുന്നവരാണ്. ഇത് ഭീഷണിയാണ്. മക്കളെ, എന്നെ നിങ്ങൾ പേടിപ്പിക്കരുത്. ഞാൻ പാവമാണ്, പണക്കാരനല്ല. എന്റെ കയ്യില് പുത്തൻ നോട്ടുകളില്ല. ഞാൻ ഇവിടുത്തെ ന്യൂസ് പരിയല്ല. ഞാൻ ഈ ഇക്കാവട്ടത്തിൽ കിടന്ന് കറങ്ങുന്നവരാ. എന്റെ കയ്യില് പാണക്കാട് ഹൈദരലീശിയാവുന്നത് മന്ത്രി ചോദ്യം തന്ന വെറും 50 രൂപയുമായാണ് ഈ ഇലക്ഷനിൽ ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. അതാണ് എന്റെ വിജയം. പാണക്കാട് ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. പഠിച്ചത് മറക്കുന്ന സ്വഭാവം ചില ലീഗിന്റെ പ്രവർത്തകന്മാർക്കുണ്ടാകും. ആരാണ് പാണക്കാട്? ഞങ്ങള് ഈ രാജ്യത്ത് ഈ ബാബരി മസ്ജിദ് കത്തിയെരിഞ്ഞപ്പോൾ ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടായി. ആ പ്രലോഭനങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ ബഹുമാനനായ തങ്ങൾ പറഞ്ഞു, സമാധാനമാണ് നമ്മുടെ ലക്ഷ്യം. ഒരൊറ്റ അമ്പലത്തിന്റെ കല്ല് പോലും ഒരൊറ്റ അമ്പലത്തിന്റെ മേൽക്കൂരത്തിന് ഒരു തീ പറ്റിരുന്ന് എന്ന് ആളുകളിൽ പ്രസംഗിച്ചു നടന്ന ആ തങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് ഞാന്. വിനീതനായ തങ്ങളെ നിങ്ങൾക്കറിയില്ലേ? പെരുന്തൽമണ്ണയിലെ തളിക്ഷേത്രത്തിന്റെ വാതിലിൽ തീ പിടിച്ചപ്പോൾ ആദ്യമായി ചെന്നത് വന്ദനായ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹത്തിന്റെ തൃക്കൈകൊണ്ടാണ് ആ അമ്പലത്തിന്റെ വാതിലുണ്ടാക്കാൻ വേണ്ടി 10,000 രൂപ കൊടുത്തത്. അത്ര മതസൗഹാർദ്ദത്തിന് പേരുകേട്ട ഇന്ത്യ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നേതാവ്, ഇന്ത്യ ഗവൺമെന്റ് ചാമ്പലയ്ക്ക് ബഹുമാനിച്ച നേതാവ്, ആ നേതാവിന്റെ അനന്തരവനാണ് എന്നെ അനുഗ്രഹിച്ചു വിട്ടത്. അതുകൊണ്ട് ഞാനിതാ തീർത്തു പറയുന്നു, ഇന്ന് രാവിലെ ഞാൻ ഈ പ്രചരണത്തിന് ഇറങ്ങുന്നത് വന്ദനായ ഗവൺമെന്റ് മുസ്ലിയാരുടെ ഖബർ സിയാറത്ത് ചെയ്തുകൊണ്ടാണ്. ആത്മവിശ്വാസം എനിക്കുണ്ട്. ഞാൻ മുസൽമാനാണ്, ഞാൻ സുന്നിയാണ്, എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഈ തിരഞ്ഞെടുപ്പിന് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങള് എന്നെ വിജയിപ്പിക്കും. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ പ്രദേശത്ത് നേതൃത്വം നൽകാനുണ്ട്. നമുക്കൊരുപാട് കാര്യങ്ങൾ നൽകാനുണ്ട്. വീടില്ലാത്ത ഒരു പ്രദേശമാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് മാറ്റത്തിന് വേണ്ടി വോട്ട് ചോദിച്ചു നിങ്ങളും കൂട്ടത്തിന് ഞാനും. ഞാൻ ചോദിക്കട്ടെ, മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്തില്ലേ? മാസക്കാരനായ ശ്രീധരന് വേണ്ടി ജയിച്ചു പോയില്ലേ? എന്തേ ഈ വാർഡിലുണ്ടായി?
ആ 5 കൊല്ലം കൂടി നമ്മളാരെങ്കിലും ആണെങ്കിൽ ആ കാണുന്ന കോലക്കൊണ്ടോടും ആ കാണുന്ന എന്റെ ജീവിതാഭിലാഷമാണ് ആ റോഡിലാണ് നിങ്ങളൊരു കാര്യം വെക്കണം. പാവപ്പെട്ട പ്രിയപ്പെട്ട മണലാരിനത്തിന് ഹൃദയസംബന്ധ